അപ്പം ഗായ്സ്, നമ്മളെ പുതിയ വ്ളോഗിലോട്ട് സ്വാഗതം. നമ്മളെ കാണാൻ കുറച്ച് ആൾക്കാർ ലണ്ടനിൽ നിന്ന് വന്നിട്ടുണ്ട്. യെസ്, നമ്മളെ പഴയ സൂസനും നന്ദനയും. അപ്പം നമ്മൾ ഇവരെ കൂട്ടി ഇന്ന് പുറത്തു പോവാണ്. എങ്ങോട്ടാ പോകുന്നത്? ദുർഹ എവിടെ പോകുന്ന ഫസ്റ്റ്? അപ്പം ഞാൻ അവിടെ എത്തിയിട്ട് കാണാം. ലെറ്റ്സ് ഗോ. അപ്പോൾ ഇതാണ് നമ്മളെ ദുർഹം സിറ്റി സെൻറ്റർ. ഇതിലൂടെയാണ് നമ്മൾ കത്തീഡ്രലിലോട്ട് പോകുന്നത്. പോയി നോക്കാം. സോ ഇതാണ് നമ്മൾ കാത്തീഡ്രൽ. യൂണിവേഴ്സിറ്റി ഇതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെയാണ്. നമുക്ക് ഫസ്റ്റ് ലൈബ്രറി കയറാം. ഇത് യൂണിവേഴ്സിറ്റീൻ്റെ ലൈബ്രറിയാണ്. സോ ദാറ്റ്സ് ദ ലൈബ്രറി. ബുക്സൊക്കെ വായിക്കാറുണ്ടോ? ചെറുതായിട്ട് ശ്രമിക്കാറുണ്ട്, കുറവാ. പിന്നെ എന്തിനാ ലൈബ്രറിക്ക്? ലെറ്റ്സ് ഗോ. എല്ലാം ഏഷ്യൻ ടൂൾസ്, ബ്രോൺസ് ഏജിൽ യൂസ് ചെയ്തിരുന്ന ടൂൾസുകളൊക്കെയാണ്. പണ്ടത്തെ പോട്ട്സ്, പണ്ട് യുദ്ധത്തിനെല്ലാം യൂസ് ചെയ്തിരുന്ന പഴയ കോയിൻസ്. Susan, come on. Dive in and make your mark. അപ്പം ഇനി സൂസൻ്റെ കഴിവുകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. കമോൺ, നമുക്ക് നോക്കാം എന്താണ് സൂസൻ വരക്കുന്നത്. ഇതാണ് വരക്കാൻ നോക്കുന്നത്. നമ്മുടെ കുറേ പേര് വരച്ചതുണ്ട്. ഇതൊന്നും അങ്ങോട്ട് തെളിയുന്നില്ലല്ലോ. ആയുധങ്ങളെല്ലാം മാറ്റി ട്രൈ ചെയ്യുന്നുണ്ട്. അതിൻ്റെ പുറത്ത് വെച്ചോണ്ട് സ്കെച്ച് ചെയ്തോ. ഇതൊക്കെ വരക്കാൻ പിള്ളേർ വലിയ ചിത്രങ്ങളെല്ലാം വരച്ച് വെച്ചിട്ടുണ്ട്. സാധനം ചെറുതായി മാറുന്നുണ്ടോ? ഇപ്പം കറക്റ്റ്. നന്ദന എന്തുകൊണ്ടാണ് വരക്കാത്തത്? ഇനി വരക്കണം, വരക്കണം. അത് വരക്കണം നിർബന്ധമാണ്. അപ്പം എല്ലാവരും ചിത്ര മത്സരത്തിലാണ്. ഇതൊരു കോമ്പറ്റീഷനായി മാറിയിരിക്കുന്നു ഇവിടെ. രണ്ടാൾക്കാരൊക്കെയാണ് ഒന്നിച്ചിരുന്ന് വരക്കുന്നത്. സൂസനെ മലത്തിയടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നന്ദന ഇതാ കളത്തിലിറങ്ങിയിട്ടുണ്ട്. എടാ, ഇത് ട്വിൻസ് ആയിട്ടോ, സെയിം. നിങ്ങളെ സ്വന്തം പോർട്രേറ്റ് വരക്കാനല്ല പറഞ്ഞിട്ടുള്ളത്. പത്ത് വയസ്സായ കുട്ടിൻ്റെ കൂടെയാണ് സൂസന്റെ കോമ്പറ്റീഷൻ. വെക്ക് ഊക്കങ്ങോട്ട്. ഇങ്ങനെ നമ്മുടെ സൂസന്റെ പിക്ചർ വാളിൽ വന്നിരിക്കുന്നു.
ഏകദേശം ഇത് നമ്മളെ മൊറോക്കോയിലെ പഴയ രാജാവാണ്. സൂസൻ അതൊന്നും പോരാ, ഇനി നന്ദനയുടേതും കൂടി വരച്ച് റെഡിയാക്കുന്നുള്ള. ഇങ്ങനെ ഡൈവ് ഇൻ യുവർ മാർക്കിൽ നമ്മുടെ സൂസനും വന്നിട്ടുണ്ട്. അതെ, നമ്മുടെ അതിൻ്റെ അടുത്തായിട്ട് വെച്ച നമ്മൾ നമ്മുടെ ഹാരി പോട്ടർ ലൊക്കേഷൻ. ഉള്ളിൽ ആദ്യം ഒരു ചർച്ചാണ്. ചർച്ച് ഒക്കെ വിസിറ്റ് ചെയ്തതിന് ശേഷം അല്ലേ? അതെ, ഹാരി പോട്ടർ കാണാം. അതെ, അങ്ങനെ സൂസൻ്റെ വരക്ക് ശേഷം നമ്മൾ അടുത്ത ക്യാൻഡിൽ കത്തിക്കാൻ പോന്നു. ചർച്ചിൽ പോയി പ്രാർത്ഥിച്ച്. അതെ, നല്ല അതെ, എല്ലാ കാര്യങ്ങളും സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ട്. എന്താണ് പ്രാർത്ഥിക്കാൻ പോകുന്നത് സൂസൻ? ഇങ്ങനത്തെ ചോദ്യം ഇതിൽ കട്ടിങ് ഇല്ല. പ്രാർത്ഥിക്കണം, നമുക്ക് പുറത്ത് പറയരുതെന്നാ. എന്നാലും അതിയായ ആഗ്രഹം എന്താ? അങ്ങനെ ഞങ്ങളുടെ വിശ്വാസം. അതുകൊണ്ട് എനിക്കത് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പറയാൻ ബുദ്ധിമുട്ടുള്ള പ്രാർത്ഥനകളാണ് സൂസൻ്റെത്. നന്ദനയുടെ പ്രാർത്ഥന എന്തായിരിക്കും? എനിക്കോ, ഞാനൊരു എഗ്നോസ്റ്റിക് ആണ്. അപ്പോഴും മണി അടിച്ചു. പ്രാർത്ഥിക്കുന്നത് ഞാൻ അകത്ത് ചരിത്രപരമായ മറ്റു ബുദ്ധിപരമായ കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ് എൻ്റെ വരവ്. നമ്മൾ പ്രാർത്ഥിക്കില്ല. അതെ, അപ്പോൾ ഇതാണ് നമ്മുടെ കത്തീഡ്രൽ ചർച്ച്. ഇതാണ് നമ്മുടെ കത്തീഡ്രലിൻ്റെ ഇൻസൈഡ്. ഒരു രക്ഷയില്ല, അടിപൊളി ആർക്കിടെക്ചറൽ മാർവലാണ്. Hello. Good afternoon. You're right. Have you been before? Well, like people have never been to Cathedral. We came before. They are coming for the first time. They're the first time, so you're Yeah. going to show them around. Yeah. That's good. Enjoy your visit. Thank you. Thank you very much. Right. അപ്പോൾ ഇതാണ് നമ്മളെ ഹാരി പോട്ടറിലെ ആ ലൊക്കേഷൻ. ഇവിടെ നിന്നാണ് അവരൊരു സീൻ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഏതാ ഇവിടെ കാണിക്കാം ഏതാ സീൻ എന്നുള്ളത്. ഇതൊക്കെയാണ് ഇവിടെ ഷൂട്ട് ചെയ്ത മൂവി സീൻസ്. എൻഡ് ഗെയിമിലെ ഈ സീൻ, ഹാരി പോട്ടറിലെ സീൻസ്, നമ്മുടെ ടീംസിൻ്റെ ഫോട്ടോഷൂട്ട്. സോറി, എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? വളരെ അമേസിംഗ് ആയിരുന്നു. ബിൽഡിങ്സ് ഒക്കെ കണ്ടിട്ട് അങ്ങ് കണ്ണ് നിറഞ്ഞുപോയി. വളരെ എന്താണ് പ്രാർത്ഥിച്ചത്? ഇനിയെങ്കിലും അത് പറയാൻ വല്ല നടന്നു കഴിയുവാണെങ്കിൽ ഞാൻ യൂട്യൂബിനോട് പറയുന്നതായിരിക്കും. നന്ദൻ എന്താണ് പ്രാർത്ഥിച്ചത്? പ്രാർത്ഥിച്ചില്ല, പക്ഷെ നല്ല രസമുണ്ടായിരുന്നു അകത്ത് കാണാനായിട്ട്. എസ്പെഷ്യലി ഹാരി പോട്ടറൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമാകുമ്പോൾ കുറച്ച് എക്സൈറ്റഡ് ആയിരുന്നു. അത് കണ്ടപ്പോഴും മനസ്സിലായി, ഓ ഇവിടെ അതൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പം അത് ഭയങ്കര രസമായിരുന്നു. നമുക്ക് അടുത്ത പരിപാടി എന്താണെന്ന് നോക്കാം. അടുത്ത സ്ഥലത്ത് പറ്റി കാണാം അല്ലേ? അടുത്ത എന്താ? അടുത്ത എങ്ങോട്ടാ? നമ്മൾ ബോട്ടിങ്ങിന് പോകണോ അതോ ഒരു ലേക്ക് ഉണ്ടെന്ന് പറഞ്ഞു? നമുക്ക് ലൈക്കിലോട്ട് പോവാം. ഇപ്പം നമ്മൾ ദുർഹം എല്ലാം കണ്ട് ഇനി നേരെ ന്യൂ കാസിലോട്ട്. പറ സൂസൻ, അതിൽ ഫുൾ ഐസ്ക്രീമാണ്.
രസമായിരുന്നു. നല്ലൊരു സമ്മർ വൈബ്. നല്ല നല്ല ഒരു സമ്മർ. എന്തുകൊണ്ടാണ് ബോട്ടിങ് ചെയ്യാൻ? അടുത്ത സ്ഥലം എക്സ്പ്ലോർ ചെയ്യാനുള്ള എക്സൈറ്റ്മെന്റ് ഉണ്ട്. നീന്തൽ അറിയാത്തതുകൊണ്ടാണോ? ചെറുതായിട്ട് നീന്തൽ അറിയത്തില്ല, പിന്നെ ലൈഫ് ജാക്കറ്റ് ഒന്നും കണ്ടില്ല. അങ്ങനെ സൂസന്റെ ജീവൻ ഞങ്ങൾ രക്ഷിച്ചിരിക്കുന്നു. അടുത്ത എക്സ്പെക്ടേഷൻ ന്യൂ കാസിൽ ഞാൻ ഒത്തിരി കേട്ടിട്ടുണ്ട്. ന്യൂ കാസിൽ വൈബ് സ്ഥലമാണ്. അപ്പോൾ ഇനി ന്യൂ കാസിലോട്ട് പോകുവാണെങ്കിൽ വൈബൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പം നമുക്ക് ബോണ്ടേ ന്യൂ കാസിൽ കാണിച്ചു കൊടുക്കാം. ലെറ്റ്സ് ഗോ. പറയൂ, നമ്മൾ എങ്ങോട്ടാ വന്നിട്ടുള്ള? കാണാതെ ഇപ്പൊ കാറിൽ നിന്ന് പഠിച്ചതാ. വെള്ളച്ചാട്ടം ഉണ്ടാവുമോ? വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് കേൾക്കാം, അതുകൊണ്ട് ഡെഫിനറ്റ്ലി നമ്മൾ ആ സൗണ്ട് കേട്ട് അതെ, പോയി നോക്കാം അല്ലേ? ഇങ്ങനെ വെള്ളച്ചാട്ടം കണ്ട് ഞെട്ടിയിരിക്കുന്നു ഗായ്സ്, ഞെട്ടിയിരിക്കുന്നു. ഞെട്ടിയോ? വല്ലാണ്ട് ഞെട്ടി ആ വെള്ളം കണ്ടപ്പോ. ഞെട്ടിയോ? ഇതാണ് ആ വെള്ളച്ചാട്ടം. വല്ലാത്തൊരു വെള്ളച്ചാട്ടമായിപ്പോയി. ആരൊക്കെ അവിടെ പോകാറുണ്ടെന്ന് തോന്നുന്നു. എന്തിൻ്റെയൊക്കെ റാപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു വാട്ടർഫോൾ? ഞാൻ കുറച്ച് വളരെയധികം എക്സ്പെക്ട് ചെയ്തു, അത്രയൊന്നും ഉണ്ടായില്ല. എന്നാലും നിരാശയില്ല. ചെറിയ നിരാശ ഇല്ലാതില്ല. വലിയ വാട്ടർഫോൾ നമ്മൾ പ്രതീക്ഷിച്ചു, പക്ഷെ കുഞ്ഞു 3 വാട്ടർഫോൾ ഉണ്ട്. പക്ഷെ നല്ലൊരു തണുത്ത, നമുക്കെന്തോ നേച്ചർ റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു സ്ഥലം. നമ്മൾ വാട്ടർഫാൾ കണ്ട് ഞെട്ടി പോയി. അങ്ങനത്തെ വാട്ടർഫാൾ. അപ്പോൾ ഗായ്സ്, എന്താണ് പരിപാടി? തിരിച്ച് വീട്ടിലെത്തിയിട്ടുള്ള പരിപാടികൾ പറയൂ. നമ്മളൊന്ന് റെസ്റ്റ് എടുത്തു അതിന് ശേഷം നമ്മൾ അതിൻ്റെ ഗ്രില്ല് സെറ്റ് ചെയ്യാണ്. ഓൾ താങ്ക്സ് ടു മിസ്റ്റർ ദാസ്. താങ്ക് യു. സൂസു പറയൂ. പറയൂ ഗായ്സ്, എങ്ങനെയുണ്ട് നമ്മുടെ നാട്ടിലൊരു അൽഫാം കിട്ടുന്ന പക്കാ ടേസ്റ്റ്. സൂപ്പർ.